നമസ്കാരം. ചൈതന്യം മാസഫലം നമുക്ക് എങ്ങനെയാണ് നോക്കാം. 2026 ഏപ്രിൽ മാസം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 5 നക്ഷത്രം വീതം നമുക്ക് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവാം. അപ്പോൾ ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം. ഈ 5 നക്ഷത്രക്കാരിൽ പൊതുവെ നല്ല ഈശ്വരാധീനമുണ്ട്. അതിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ദൈവാധീനമുണ്ട്. അതിൻ്റെ നീറ്റ് എക്സാമോ എൻട്രൻസോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് കടന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അതിൽ നല്ല ഫലം നമുക്ക് അനുകൂലമുണ്ടായി. അഡ്മിഷൻ ആണെങ്കിൽ അത് സെലക്ട് ആവാനുള്ള യോഗം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം മെഡിസിൻ വിദ്യാ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ MBBS കഴിഞ്ഞ് ഹൗസ് സർജൻ ആ മേഖലയിൽ കഴിഞ്ഞ് MDക്ക് തയ്യാറെടുക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ്. കഴിയുന്നത് നമുക്കത് മെറിറ്റിൽ കിട്ടാനുള്ള ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങൾക്ക് നമ്മളുടെ മനസ്സും ശരീരവും ആർജവത്തോടുകൂടി ഊർജത്തോടുകൂടി മുന്നോട്ട് പോകാൻ, ടെൻഷനോ മറ്റ് പ്രശ്നങ്ങളോ അലട്ടാതെ മുന്നോട്ട് പോകാൻ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. ഹനുമാൻ സ്വാമിക്ക് 5 വ്യാഴാഴ്ച വെറ്റിലമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. നല്ല പ്രപ്പോസലുകൾ, വിവാഹ പ്രപ്പോസലുകൾ പലതും വരുന്നുണ്ട്, പെണ്ണ് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങി പോകുന്ന ഒരു നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനും അതിന് തക്കവണ്ണമുള്ള ആലോചനകൾ വരാൻ ഈ മാസം അനുകൂലമാണ്. ഏജ് ഓവറായി പോകും. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവരുടെ കല്യാണങ്ങൾ കഴിഞ്ഞ് കുട്ടികളായി, പക്ഷേ ഒരു നല്ല ബന്ധം നടക്കുന്നില്ല എന്ന് ദുഃഖിച്ചിരിക്കുന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ചോളം ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ സ്വയംവര മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്നത്, സ്വയംവര കവചചക്രം ഗൃഹത്തിൽ വെച്ച് നാരങ്ങാദീപം 7 ചൊവ്വാഴ്ച ചെയ്യുന്നതും ഉചിതമാണ്. ശരിയായിട്ടുള്ള നല്ല പ്രപ്പോസൽ പൊരുത്തം ഉള്ളത് 2-3 വരാനും അതിലൊന്ന് ഉറയ്ക്കാനും പ്രത്യേകിച്ച് ഈ മാസത്തിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ദൈവാധീനം കാണുന്നുണ്ട്. തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം. ഈ നക്ഷത്രക്കാരിൽ ദൈവാധീനം നല്ല രീതിയിൽ തുണയായിട്ടുണ്ട്. പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് ചെയ്യുന്നത് ഉചിതമാണ്. പ്രത്യേകിച്ച് ഗൃഹത്തിൽ വെച്ച് തന്നെ ലക്ഷ്മീനാരായണ പൂജ, തിലഹോമം ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. അതിൽ ഉപചാര സമർപ്പണം ത്രിശക്തികൾക്ക് ചെയ്യുന്നത് ഉചിതമാണ്. അതിൽ വെള്ളിയിലെ ചന്ദ്രക്കല ശിവങ്കല് സമർപ്പിച്ച് ധാര നടത്തുന്നത്, വെള്ളിയിലെയോ സ്വർണത്തിലെയോ താലി ത്രിശുദ്ധി ചെയ്ത് ഭഗവതി നടയ്ക്ക് സമർപ്പിച്ച് കടുംപായസ നിവേദ്യം ചെയ്യുന്നത്, നാമം ഗോപി അത് വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുകയും പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നതും ആ പിതൃകോപങ്ങൾ, ശാപങ്ങൾ ഇതൊക്കെ ഒഴിവായി നമ്മുടെ കുടുംബത്തിന് അഷ്ടൈശ്വര്യം വരാൻ ദൈവാധീനം തുണയായിട്ട് കാണുന്നത്. പിതൃക്കളുടെ അനുഗ്രഹം പ്രത്യേകിച്ച് നമുക്ക് നേടിയാണ്. രാഹു കേതു ബന്ധന ദോഷങ്ങൾ ജാതകാലോ അല്ലാതെയോ ഉണ്ടെങ്കിൽ, അത് മുമ്പ് എപ്പോഴെങ്കിലും വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കൊന്ന ദോഷമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ
ബന്ധനങ്ങൾ, ശാപങ്ങളോ നമുക്കോ നമ്മുടെ തലമുറകളെ ബാധിക്കാതിരിക്കുന്നതിന് സപ്തശുദ്ധി ഉപചാര സമർപ്പണം ചെയ്ത് ആയില്യ പൂജയ്ക്ക് നാഗർക്ക് കൊടുക്കുന്നത് ഉചിതമായിട്ട്, സർപ്പബലി നടത്തുന്നത് ഉചിതമാണ്. 100 പാല് കൂട്ടുക, നാഗരാജാവിന്, നാഗയക്ഷിക്ക്, നാഗകന്യയ്ക്ക് ചിത്രകൂട സമർപ്പണം ചെയ്ത് തർപ്പണം നടത്തുന്നതും ഉചിതമായിട്ടുള്ള സമയം. ആ രാഹുകേതു ദോഷങ്ങൾ, നാഗബന്ധന ശാപങ്ങളൊക്കെ ഒഴിവായി കിട്ടും. അതോടൊപ്പം ഈ 5 നക്ഷത്രക്കാരിൽ സന്താന ഭാഗ്യം വളരെയധികം വൈകി പോകുന്നു. ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുന്നില്ല എന്നുള്ള ധർമ്മസങ്കടത്തിൽ നിൽക്കുന്നവർ 2 വർഷമോ 4 വർഷമോ 5 വർഷമോ ആയിട്ട് ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഫലവത്താകുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 തവണ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായെങ്കിൽ അങ്ങോട്ട് ഉറക്കുന്നില്ല. അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നവർ, പ്രത്യേകിച്ച് ഏപ്രിൽ മാസം, അവർ രണ്ടിടത്താണെങ്കിൽ ബുദ്ധിമുട്ട്, തൊഴിൽ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച്. അല്ലാതെ ഏപ്രിൽ മാസം ഉണ്ടെങ്കിൽ ഒത്തു കഴിയാൻ സാധിച്ചാൽ സന്താനഭാഗ്യത്തിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തുണയായിട്ട്, അനുകൂലമായിട്ട് ദൈവാനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കാനുള്ള അർഹത, യോഗ്യത ഈശ്വരാധീനത്താൽ വന്നു ചേരും. അപ്പം ഇതിന് പഞ്ചദുർഗാ കവച മന്ത്രം പൂജിച്ചത് ആ നെഗറ്റീവ് ഒന്നും വരാതെ കാര്യങ്ങൾ മംഗളമാകാൻ ബെഡ്റൂമിൽ നമ്മൾ അലമാരയിലോ മറ്റോ സൂക്ഷിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പഞ്ചദുർഗാ മന്ത്രം എഴുതി പൂജിച്ച് ധരിക്കാം. ജാതവേദസേ സുനവാമ സോമമരാധീയതോ എന്ന് തുടങ്ങുന്ന പഞ്ചദുർഗാ മന്ത്രം വളരെ വിശേഷമാണ്. സന്താനഭാഗ്യയോഗം അനുകൂലമാണ്. പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി ഇവരിലെ ഈ പറഞ്ഞ പോലെ വൈരാഗ്യ വൈഷമ്യ ദോഷങ്ങൾ കാണുന്നുണ്ട്. വൈരാഗ്യ വൈഷമ്യ ദോഷങ്ങളെന്ന് പറയുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ, ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, അയൽപക്കക്കാരുടെ, അല്ലെങ്കിൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരുടെ കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവം, അവരുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ മൂലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള നമ്മളോടുള്ള എതിർപ്പ്, വൈരാഗ്യവാശി, എന്തിനേറെ പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിൽ വരെ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യം ഇതിനു മുമ്പ് 2 തവണ തട്ടിമാറി പോയി എന്നുള്ള സാഹചര്യം കഴിഞ്ഞിരിക്കുന്നവർക്ക് പോലും വീണ്ടും ഈ മാസം ചില പ്രശ്നങ്ങളിൽ അബദ്ധവശാലോ ഓർമ്മിക്കാതെയോ ചെന്ന് പെടാനുള്ള സാഹചര്യം, വീണ്ടും വ്യവഹാര കാര്യങ്ങളിലേക്കും നമ്മളെ വലിച്ചഴയ്ക്കാനുള്ള സാഹചര്യം വന്നുകൂടായികയില്ല. ഒരു കരുതൽ, ജാഗ്രത, ശ്രദ്ധ, ക്ഷമ ഇത് നമുക്ക് വേണം. പ്രത്യേകിച്ച് സംഘടനാ ഫീൽഡ് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട സമയം. കൂടെ നിൽക്കുമെന്ന് കരുതുന്നവർ കൂടെ നിൽക്കില്ല, ശത്രുപക്ഷത്തേക്ക് പോകും. രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ച് വളരെ ശ്രദ്ധയോടുകൂടി ചുവട് വയ്ക്കേണ്ട സമയം എന്ന് പറയാം. ദൈവാധീനം അനുകൂലമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ശിവഭഗവാൻ 5 തിങ്കളാഴ്ച ജലധാരയും പുഷ്പാഞ്ജലിയും നടത്തുന്നത് ഉചിതമാണ്. 5ാമത്തെ തിങ്കളാഴ്ച പഞ്ചാഭിഷേകം, പഞ്ചഭൂതാധിപനായിട്ടുള്ള മഹാദേവന് പഞ്ചാഭിഷേകം ചെയ്യുന്നത് വളരെ വിശേഷം. പാല്, ഇളനീര്, കരിക്ക്, ഭസ്മം അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 ദ്രവ്യങ്ങൾ 5ാമത്തെ തിങ്കളാഴ്ച ചെയ്യുന്നത് ഒരു പരിധിവരെ ഈ വക പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാതെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ നക്ഷത്രക്കാരിലെ ദൈവാധീനം അനുകൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ കുടുംബപരമായിട്ടുള്ള വൈഷമ്യങ്ങൾ, പ്രശ്നങ്ങൾ നിരന്തരം നമ്മളെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടിനകത്ത് നിസ്സാര കാര്യങ്ങളെ ചൊല്ലിയിട്ടുള്ള ടെൻഷൻ, വാഗ്വാദങ്ങൾ, തെറ്റിദ്ധാരണകൾ, അപവാദങ്ങൾ, ഇതൊക്കെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ,
വീട് വിട്ടു പോകണോ വേണ്ടേന്ന് വരെ തോന്നുന്ന അവസ്ഥ, പഠിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധ ഉണ്ടാകാതിരിക്കുക, താല്പര്യം ഉണ്ടാകാതിരിക്കുക, അലസത ഉണ്ടാകുക, ഈ വക കാര്യങ്ങൾ. ബുദ്ധിയും കഴിവും ദൈവാധീനമൊക്കെ ഉണ്ടെങ്കിലും റിസൾട്ട് വരുമ്പം വളരെ പിന്നിലേക്ക് പോകുന്ന സാഹചര്യം, പ്രത്യേകിച്ച് +2 ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ഏതെങ്കിലും 1-2 വിഷയങ്ങൾ അരിയർ വരിക, അങ്ങനെയൊക്കെയുള്ള അലട്ടൽ ഒഴിവാക്കിയെടുക്കണം. ആ കുറവ് നികത്തി മുന്നോട്ട് പോയേ പറ്റൂ. തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അവിടുത്തെ ടെൻഷനും കാര്യങ്ങളും വീട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ചുരുക്കം രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി ഒരു സ്വഭാവം. ഓരോരോ കാര്യങ്ങളിലും വാശിയും ദേഷ്യവും വരുന്നു. ഇത് ഭക്ഷണത്തെയും ഉറക്കത്തെയും വരെ ബാധിക്കുന്നു. നേരെ ചൊവ്വേ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ശീലം പോലും നമ്മൾ മറക്കുന്ന രീതിയിൽ വീട്ടിനകത്തുള്ള അന്തരീക്ഷം. അപ്പം ഇതിനൊരു മാറ്റം വരണം. വിഘ്നേശ്വര ഭഗവാന് കൂട്ടുഗണപതി ഹോമം ചെയ്യുന്നത് വളരെ വിഘ്നങ്ങൾ മാറ്റിത്തരണം. വിഘ്നേശ്വര ഭഗവാനെ സമർപ്പിക്കും. അത് 3 വ്യാഴാഴ്ച കൂട്ടുഗണപതി ഹോമം അമ്പലത്തിൽ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വെച്ച് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ചെയ്യുകയോ ചെയ്യുന്നത് വളരെ നല്ലൊരു പരിഹാരമാണ്. ഏതിനും നമുക്ക് ഈശ്വരാധീനം ഉണ്ടെങ്കിലേ പറ്റൂ. അപ്പം ഈശ്വരാധീനം നമ്മളെ തേടി വരില്ല, നമ്മളെ ഈശ്വരനെ തേടി അത് അനുഗ്രഹമായിട്ട് വാങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. പണ്ടുള്ള ആൾക്കാർ വ്രതം എടുക്കുമായിരുന്നു, അമ്മമാർ പ്രത്യേകിച്ച്. ഷഷ്ടി വ്രതം, ഏകാദശി വ്രതം, പ്രദോക്ഷ വ്രതം, ദ്വാദശി വ്രതം. അപ്പം ആ വ്രതത്തിൻ്റെ കാലങ്ങളും ഒക്കെ പലരും മറന്നുപോയി, അല്ലെങ്കിൽ അറിയില്ല, ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച്. ഇപ്പം വ്രതമെടുക്കുന്നതും വളരെ വിശേഷമാണ്. വ്രതമെടുക്കുന്നത് വ്യക്തിക്ക് വേണ്ടിയായിരിക്കില്ല, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക്, വീട്ടിലോ നമ്മുടെ കാര്യങ്ങൾക്കോ ഉണ്ടായിരിക്കുന്ന പരിഹാരത്തിൻ്റെയും കൂടെ ഒരു സമർപ്പണമാണ് വ്രതം. ആ വ്രതം എടുക്കുന്നത് വളരെ വിശേഷമാണ്. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഈ 5 നക്ഷത്രക്കാരിൽ നമുക്ക് നോക്കുമ്പോൾ ഭഗവതി കടാക്ഷം വളരെ അനുകൂലമായിട്ട് തന്നെയുണ്ട്. ഇവിടെ വീഴ്ചകൾ, രോഗാതി ദുരിതങ്ങൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പല രീതിയിലും അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടായി. അത് പ്രത്യേകിച്ച് 43 വയസ്സ് കഴിഞ്ഞുള്ള ലേഡീസ്, അമ്മമാരിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ, സിസ്റ്റിൻ്റെ, ബ്ലീഡിങ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, ഓപ്പറേഷൻ വേണോ വേണ്ടയോ എന്നുള്ള സാഹചര്യം മുമ്പ് ചിന്തിച്ചു പോയി പിന്നെ മാറ്റി വെച്ചിട്ടുള്ള സാഹചര്യങ്ങൾ. അപ്പം ഇതിൽ നിന്നൊരു കരകയറ്റം, പ്രത്യേകിച്ച് ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോൾ മരുന്ന് അല്ലെങ്കിൽ ചികിത്സാ ആശുപത്രി എന്നുള്ളത് ഒഴിവാക്കി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. സന്ധിവേദനകൾ, ജോയിൻറ്റ് പെയിൻ, ദഹനത്തിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഉദര സംബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ, സ്റ്റോണിൻ്റെ മറ്റ് കാര്യങ്ങൾ, മുട്ടുവേദന, ഉപ്പൂറ്റി വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ. അപ്പം ഇതിൽ കഴിയുന്നത് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമാണ്. അതോടൊപ്പം മഹാമൃത്യുഞ്ജയ കവചമന്ത്രം ജപിച്ച് ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. ഗൃഹത്തിൽ ഓരോ അനാവശ്യ ലക്ഷണക്കേടുകൾ, സിംറ്റങ്ങൾ നെഗറ്റീവ് ആയിട്ട് വരുന്നെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിച്ച് മാറ്റിയെടുക്കണം. ഇനി വരാതെ വീഴ്ചകൾ ഉണ്ടാകുക, കുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴോ ബാത്റൂമിലോ തലചുറ്റിയോ വണ്ടിയെന്നോ, ദൈവാധീനം കൊണ്ട് വേറെ വലിയ ആപത്ത് വരാതെ, പൊട്ടലൊന്നും വരാതെ പോയിട്ടുണ്ടെങ്കിൽ ഈശ്വരാധീനം തന്നെയാണ്. അതോടൊപ്പം ആകുലത, വ്യാകുലത, അതുകൊണ്ടുള്ള പ്രത്യേകിച്ച് ഷുഗറുള്ളവർക്ക് BP-യുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞും ഓരോരോ കാര്യങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ, അങ്ങനെയുള്ള അലട്ടിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മഹാത്രിശൂലിനി കവചിത മന്ത്രം ഗൃഹത്തിൽ വെച്ച് 11 ദിവസം കർപ്പൂര ആരതി ചെയ്ത് കൂർമ്മസ്ഥാലീകം ഉപചാര സമർപ്പണം ചെയ്ത് വീട് ഒഴിഞ്ഞ് തോട്ടിലോ ആറ്റിലോ കടലിലോ ഒഴുക്കുക.
കൂർമ്മസ്ഥാലികം, ആമ. ശാപം, പാപം, ബന്ധനം, സ്തംഭനം ഈ വക ദോഷങ്ങൾ നമ്മുടെ ഗൃഹത്തിനെയോ സ്ഥാപനത്തിനെയോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. പുതുതായിട്ടുള്ള ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ, പാർട്ട് ടൈമായിട്ട് സർവീസായിട്ട് തുടങ്ങാൻ, അല്ലെങ്കിൽ പാർട്ട് ടൈമായിട്ട് ബിസിനസ്സായിട്ട് തുടങ്ങാൻ, ഇല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാൻ ഉചിതമായിട്ടുള്ള കാലഘട്ടമാണ്. നല്ല രീതിയിൽ അത് വിജയിക്കാൻ പറ്റും. 1 വർഷം കൊണ്ട് നമുക്ക് നേട്ടത്തിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ് കയറാൻ പറ്റും. അതിൻ്റെ കാര്യങ്ങൾ ധൈര്യപൂർവ്വം ഇറങ്ങാൻ പറ്റിയ സമയം തന്നെയാണ് ബിസിനസ് കാര്യങ്ങളിൽ താല്പര്യമുള്ളവർ. കലാപരമായിട്ടുള്ള, കായികപരമായിട്ടുള്ള രീതിയിൽ മുന്നേറുന്നവർക്ക് നല്ല 3-4 ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരാനും അതിൽ നമ്മളുടെ കഴിവ് തെളിയിച്ച് കാര്യങ്ങൾ സക്സസ്സിലേക്ക് വരാനും അനുകൂല സാഹചര്യം കാണുന്നുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ട ചില ബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, ഫ്രണ്ട്ഷിപ്പുകൾ, അഫെയർ എന്ന് വേണമെങ്കിൽ പറയാം, പെട്ടെന്ന് ബ്രേക്കപ്പ് ആകുന്ന സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ചില നുണയും പാരവയ്പ്പും എന്നുള്ള രീതിയിൽ നമ്മൾക്കെതിരായിട്ട് കാര്യങ്ങൾ സൃഷ്ടിക്കുന്നു ബോധപൂർവം എന്നുള്ളത് തിരിച്ചറിയാൻ വൈകും. അപ്പം ഈ ബ്രേക്കപ്പ് ആകുന്നതോടുകൂടി നമ്മളുടെ മറ്റു കാര്യങ്ങളെ ഇത് ബാധിക്കും, മാനസികമായിട്ട് തളർത്തും. അതിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. മഹാസുദർശന കവചമന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഇതിനെല്ലാം ഒരു എനർജി നമുക്ക് ദൈവാധീനത്താൽ നേടിയെടുക്കാൻ സഹായകരമാകും. ഇനി അവസാനത്തെ 2 നക്ഷത്രം ഉത്രട്ടാതിയും രേവതിയും. വിദേശത്ത് പോകാൻ താല്പര്യപ്പെടുന്നവർക്ക് പഠനത്തിനോ ജോബ് വിസയിലോ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്തു പോയി ജോബ് തേടുന്ന കാര്യത്തിലോ അനുകൂല സമയമാണ്. വിദേശത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ത്രെഡുകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ്. നിർത്തിപ്പോരണമോ വേണ്ടയോ എന്ന് വരെ സംശയിക്കുന്ന കാലഘട്ടം എന്നുള്ളതാണ് സത്യം. പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈയോടുകൂടി പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതുവരെ പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമ്പാദ്യം ഇതുവരെ ഒന്നുമില്ല, വരുന്നത് അതുപോലെ ചിലവാകുന്ന സ്ഥിതി പ്രത്യേകിച്ച് ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരിൽ. ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നിൽക്കുന്ന ഫാമിലിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഓടുന്നതിന്, അധ്വാനിക്കുന്നതിന് ഒരു കുറവുമില്ല. ഭക്ഷണമോ ആരോഗ്യമോ ഉറക്കമോ ഒന്നും ശ്രദ്ധിക്കാതെ, പക്ഷെ ഒരു കരയ്ക്ക് അങ്ങോട്ട് എത്തുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഇതിൻ്റെ ഇടയ്ക്ക് ചില പ്രശ്നങ്ങളിൽ പോയി നമ്മൾ ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന സംഘർഷം, മാനസിക സംഘർഷം വളരെ വലുതാണ്. ഇവിടെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ന്യായമായിട്ടുള്ള രീതിയിൽ പരിഹരിച്ച് അതിൽ മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളോ വാശിയോ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന മാസമാണ് ഏപ്രിൽ മാസം. കുടുംബ കോടതിയിൽ കിടക്കുന്ന വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പുറത്തു വെച്ചൊരു സെറ്റിൽമെൻറ്റിൽ വന്ന കാര്യങ്ങൾ വീണ്ടും ഒന്നിക്കുകയോ അല്ലെങ്കിൽ വേർപിരിയോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിൽ ഒരു ഒത്തുതീർപ്പാകുകയോ ചെയ്ത് ഇനിയുള്ള കാലം കിടന്ന് കോടതി നടപടികളിൽ കുരുങ്ങാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ദൈവാധീനത്താൽ കാണുന്നുണ്ട്. നമ്മളും കുറച്ച് വീട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെ സുബ്രഹ്മണ്യ സ്വാമിക്ക് 5 വെള്ളിയാഴ്ച സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ മാസഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് നേരിൽ എല്ലാവർക്കും നമസ്കാരം.